സാറിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉം. ഒരു മാറ്റം സംഭവിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ചെറു ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഓർമ്മ, അത് ആ ഓർമ്മ സാറിന് പ്രിയപ്പെട്ടതായിരിക്കാനുള്ള കാരണം പറയാം. ഒരുപാട് കാര്യങ്ങൾ അത് പറയാൻ പറ്റും. ഞാൻ മിക്കവാറും ഏറ്റവും അധികം സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്ത കാര്യമാണ്. അങ്ങനെ ചില കാര്യങ്ങൾ, ചില ഒരു കാറ്റലിസ്റ്റ് ആകാൻ പറ്റിയ അവസരങ്ങളുണ്ട്. എങ്കിലും രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരാൾ പഠിത്തത്തിലായി കഴിഞ്ഞിട്ട് ജീവിക്കാൻ നിർത്തിയില്ല. ആദ്യം വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളെടുത്തു. റബ്ബർ ഷീറ്റ് എൻ്റെ മുകളിൽ മുണ്ടുടുത്ത് പോവുക, അങ്ങനെയൊക്കെ ചില കുരുമുളക് കൊണ്ടൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്നായി, പിന്നെ ബന്ധുക്കളുടെ ആയി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ എല്ലാവരും കൂടി ഔട്ട്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, ഇത് കൊണ്ട് കച്ചവടം ചെയ്യുമല്ലേ, ഈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന മോശമെന്ന് പറയത്തില്ല, സ്വന്തക്കാരിയായിരുന്നല്ലോ ആദ്യമേ. അതിന് പകരം അത്തരം സാധനങ്ങൾ സംഘടിപ്പിച്ച് ഞാൻ തന്നാൽ വിറ്റിട്ട് അതിന് ലാഭം എടുക്കാം, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പരിചയമുള്ളവരോട് പറയും, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശുകൾ അന്നത്തെ വളരെ കുറേ കൊടുക്കുകയും ചെയ്തിട്ട് പുള്ളി അതുപോലെ ഞാൻ പറഞ്ഞിട്ട് അടുത്തുനിന്നുള്ളവർക്ക് വാഴക്കൊലയോ അല്ലെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളോ മേടിച്ചിട്ട് അത് അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അതിരമ്പുഴ ചന്തയിൽ കൊണ്ടുപോയിട്ട് ബസ്സിന് കൊണ്ടുപോയിട്ട് വിൽക്കുമായിരുന്നു. അയാൾ ഒരു വലിയ കച്ചവടക്കാരനായി മാറി. അത് ഞാൻ ഒരുപാട് ആനന്ദിച്ചതാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പം പുറത്ത് പറയാൻ പറ്റില്ലാത്ത ചില കാര്യമുണ്ട്. എലീസ ടെസ്റ്റ് നടത്തി എടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ പഠിച്ച ഒരു കൊച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പേടിയായിട്ട്, ഞാൻ ബാംഗ്ലൂർ പഠിച്ചു, അത് പൊത്തുവരുത്താൻ ജയിച്ച സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് പ്രൈവറ്റ് ആയിരുന്നു. പക്ഷേ അവളെ പേടിപ്പിക്കുക. കാരണം അവൾ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ആ കോളേജിൽ കള്ളപ്പണക്കാരുടെയും ഒത്തിരി പേടിയുണ്ട്. അവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ഇവൾ ആഗ്രഹിച്ചു. അപ്പോൾ അവൾ ഒരുത്തി പറയുന്നത്, എനിക്കൊരു വിഷമവുമില്ല, നീ ഒരിക്കൽ പോയിട്ട് നമ്മുടെ കോട്ടയത്ത് തന്നെയാണ് ബേക്കർ ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ കാറ് വരും, നീ അതേ പോയാൽ മതി. ഹൗസ് ബോട്ടിൽ ഒരു ദിവസം കഴിഞ്ഞാൽ നിനക്ക് ഇത്ര കാശ് കിട്ടും, 10,000 രൂപയും ബാക്കിയെല്ലാം കൂടെ. അവൾ ആ ട്രാപ്പിൽ വീണു, മറ്റൊരു ഹൗസ് ബോട്ടിൽ നിന്നൊക്കെ എടുക്കുന്നത്. ഇത് റിയൽ കാര്യമാണ്. ആളുടെ പേരും കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷേ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവൾ പിന്നെ അതിപ്പോൾ മാറണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് മാറാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്കൊരു ജോലി കിട്ടാനും കാര്യങ്ങളായിട്ട് വന്നപ്പോഴാണ് സുഖമായിട്ട്. അപ്പോൾ അതിനകത്തൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, അവരുമായിട്ടല്ല, ആ കൊച്ചിനെ കേരളത്തിന് വെളിയിൽ എനിക്ക് പരിചയമുള്ള വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു സംസ്ഥാനത്ത് പറഞ്ഞിട്ട് ഒരു നേഴ്സിംഗ് ജോലി കൊടുക്കുകയും അവിടുന്ന് വിദേശത്ത് പോവുകയും ചെയ്യുന്നു. അവൾ എത്രയോ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. അത് പലപ്പോഴും ഈ ആദ്യമേ പോയി ട്രാപ്പിൽ വീണിട്ട് പിന്നെ രക്ഷപ്പെടാൻ പറ്റാതെ പറ്റുന്ന പല കാര്യങ്ങളും നമുക്കൊക്കെ അത് ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഇനി ഗ്രൂപ്പായിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഐക്യം കിട്ടിയ റബ്ബർ മാർക്ക് എംപ്ലോയീസ് ഇന്നും അതുണ്ട്. അത് രൂപകൽപ്പന ചെയ്തു. അന്ന് അതിനുവേണ്ടി പൈസ ഇല്ല, ഞങ്ങളൊരു സോവനർ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സോവനറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ടയർ കമ്പനികളിൽ നിന്നൊക്കെ ചോദിച്ചു. ഞാൻ ആരോടും ഒന്നും മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചവരൊക്കെ തന്നു. ആ സോവനർ പബ്ലിഷ് ചെയ്ത് ചിലവും കഴിഞ്ഞ് 37 ലക്ഷം രൂപ മെച്ചം വന്നു. അത് കൊണ്ടാണ്, പിന്നെ അതെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, കാരണം അത് കൈകാര്യം ചെയ്തവരായി ചെയ്ത് കാണും. അതുപോലെ എൻ്റെ നാട്ടിൽ അന്നില്ലായിരുന്നു, 1960 കാലഘട്ടങ്ങളിലാണ്, 63-ലാണ് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ ആ ഗ്രൂപ്പ് വന്നിട്ട് അവിടെ ഒരു യൂത്ത് ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ക്രിസ്ത്യൻ അല്ലാതെ കുറേ ഞങ്ങളുടെ കൂടെയുള്ള കുറേ പക്ഷേ അവിടെ അന്ന് മുസ്ലിങ്ങളില്ല, ബാക്കി ഞങ്ങൾ വൈകിട്ട് വന്നിട്ട് ബാഡ്മിൻ്റൺ കളിക്കും, ചീട്ട് കളിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് ശനി ഞായർ ഇതൊക്കെ തന്നെയാണ് പണി. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഒരു അച്ഛൻ അവിടെ വന്നു, ഒരു കൊച്ചച്ഛൻ മാറ്റിനരുവില്ല അച്ഛൻ, ഞങ്ങളെ 2 ദിവസം വായിച്ച് തേച്ച് പറഞ്ഞു, എടാ ഞാനും കൂടെ കളിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്നു. അപ്പം പറഞ്ഞു, നമുക്ക് ഫൈവ്സ് കളിക്കാം. അതാണ് ഫൈവ്സ് ഉണ്ട്, അതായത് 5 പേര് ഒരു വശത്തും മറുത്ത 5 പേരുമായിട്ട് ആ 5 പേര് നിന്ന് കളിക്കുമ്പോൾ 10 പേർക്ക് കളിക്കുക. അച്ഛൻ നിർത്തിയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു കളിയായി, നിങ്ങൾ എങ്ങനെ ടീം ഇട്ടാലും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കാണാമെന്ന് പറഞ്ഞു. എന്നാൽ കണ്ടോന്ന് പറഞ്ഞു. അച്ഛൻ ഒരു ഒറ്റ ഓട്ടം പള്ളിക്കകത്ത് കയറി കൈ വീഴ്ച ഒരൊറ്റ പ്രാർത്ഥന, ഒരു 2 മിനിറ്റ് പറ്റേ ഉള്ളൂ. എങ്ങനെയായാലും അച്ഛൻ തോക്കാൻ ഞങ്ങൾ നീട്ടു, പക്ഷെ അച്ഛൻ ജയിച്ചു. അതായത് ഞാൻ പറഞ്ഞത് ഈ ദൈവത്തിൻ്റെ അതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, അടുത്ത ദിവസം ഞങ്ങളും ഈ പണി ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അപ്പം അങ്ങനെയാണ് ദൈവവിശ്വാസം, ദൈവസ്നേഹം, ദൈവഭയം, ദൈവഭക്തി. അപ്പോൾ ആ ഗ്രൂപ്പിനെ അച്ഛൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് അന്നില്ല, കൊടപ്പനയുടെ മുകളിൽ കയറി ഓല വെട്ടാൻ അച്ഛൻ ഒരാളെ ആക്കും. ഞങ്ങളത് പൊന്തി തലയെ ചുവന്ന് കൊണ്ടുവന്നിട്ട് ഒരാണ്ടിലെ 2 വീട് ആദ്യത്തെ വർഷം. അവസാനമായപ്പോൾ അച്ഛൻ മൂന്നാം പോയപ്പോൾ 14 വീടായി.
ഞങ്ങൾ ഡ്രാമാറ്റിക് ക്ലബ്ബായി. മഴയുള്ള ദിവസം ചീട്ട് കളിക്കാൻ 56. അതൊരു വലിയ ട്രാൻസ്ഫോർമേഷനായിരുന്നു. ആ ഗ്രൂപ്പിലുള്ളവരിൽ എം പിമാർ വന്നു, IPS വന്നു. ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതൊരു വലിയ അപ്പം ഓരോ സമരത്തിൽ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ മാറ്റാമെന്നുള്ളത് എനിക്ക് ബോധ്യമാക്കി തന്നതാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഈ ബിസിനസ് എത്തിക്സ് പഠിപ്പിക്കും, ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയും. അപ്പോൾ കേൾക്കാൻ പിള്ളേർക്കും ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ മെച്ചങ്ങളോ മാറ്റങ്ങളോ ഉണ്ടായ മനുഷ്യർ പിൽക്കാലത്ത് സാറുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ടോ? അതൊരു ബിഗ് ചോദ്യമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നത് മെൻറ്ററിങ്ങാണ്. അതുപോലെ എൻ്റെ അമ്മ ആദ്യം കാണിച്ചു തന്നത് വീട്ടിൽ നിന്നിട്ട് പഠിക്കാത്ത പിള്ളേരെ പഠിപ്പിച്ച് ചെറിയ പണിയൊക്കെ ചെയ്യുക. ഞങ്ങളുടെ വീട്ടിലും ഞാനും എൻ്റെ ഭാര്യയും കൂടി ബന്ധുക്കളും സ്നേഹിതയുടെയും മക്കളുമായിരുന്നു. അല്ലാതെ പിന്നെ 1-2 തീരെ ഗതികേടുണ്ട്. 29 പിള്ളേർ ഞങ്ങളുടെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു 4-5 പേരൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് എനിക്ക് വിഷമമില്ലാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ചോദിച്ചു ബാക്കി 9 പേര് എന്ത് ചെയ്യുന്നു ചോദിച്ചു 10. അപ്പോൾ പിന്നെ അതിലും കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കതിന് വിഷമമില്ല. ഈ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് നല്ലതും ചീത്തയും അനുഭവങ്ങളുണ്ടാവും. എങ്കിലും നമ്മളുടെ സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ സ്വഭാവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ നന്മകൾ ചെയ്യുന്നു. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ എന്താണ് സാറിന് കിട്ടിയിട്ടുള്ളത്? എനിക്ക് കിട്ടിയിരിക്കുന്നത് വലിയ വലിയ മനസ്സമാധാനം, സ്വന്തമായിട്ട് ആനന്ദിക്കാൻ പറ്റും. അത് ടാഞ്ചിബിൾ അല്ല. അതായത് ഭൗതിക, ലൗകിക, ശാരീരിക, സാമ്പത്തിക കാര്യങ്ങളിലല്ല. അതേസമയം സാംസ്കാരിക, ബൗദ്ധിക, ആധ്യാത്മികമായ സന്തോഷം അത് അനുഭവിക്കുന്നത് വളരെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. അത് ഭയങ്കരമായിട്ട് കിട്ടാറുണ്ട്. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്, സംതൃപ്തമായിട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ഓർത്ത് കിടക്കുന്ന ദിവസങ്ങളിൽ തമാശയായിരിക്കും, സ്വപ്നം കാണാറുണ്ട്. നല്ല ഇതായിട്ട് വലിയൊരു ജീവിതാനുഭവമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ. പിന്നെ അതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഈ ഏജിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ മക്കൾ നമ്മളെ കഴിഞ്ഞ് ഉയർന്ന തലത്തിൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയും എന്നെ കഴിഞ്ഞും കൂടുതൽ എൻ്റെ മകനെ ഇഷ്ടപ്പെടാറുണ്ട് മനുഷ്യർ. കാരണം ഞാൻ ഒത്തിരി റിയാക്റ്റീവ്, അവരത്ര റിയാക്റ്റീവ് അല്ല. അപ്പം എനിക്കൊരു മകനും മകളുള്ളവർ ഞാൻ അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരുപാട് ഉയരങ്ങളിൽ താണ്ടാൻ പറ്റിയത് അതൊരു ദൈവാനുഗ്രഹം കൊണ്ടും ഓഫ് കോഴ്സ് അവർ പരിശ്രമിച്ചു, ഒരു സംശയവും വേണ്ട. അങ്ങനെയൊക്കെ ആനന്ദമുണ്ട്.